നമസ്കാരം. ലോക കേരള സഭയിൽ ഉൾപ്പെടെ പ്രവാസി കേരളീയർ ഉന്നയിച്ച വിവിധ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനായി നിയമനിർമ്മാണം ഉൾപ്പെടെ സർക്കാർ പരിഗണനയിലാണെന്ന് കായിക ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് മന്ത്രി വി അബ്ദുറഹിമാൻ. വ്യാവസായിക രംഗത്ത് കൂടുതൽ നിക്ഷേപം ഇറക്കാൻ പ്രവാസികൾ മുന്നോട്ട് വരണം. ഇക്കാര്യത്തിൽ എല്ലാ പിന്തുണയുമായി സംസ്ഥാന സർക്കാർ കൂടെയുണ്ടാകുമെന്നും മന്ത്രി പറഞ്ഞു. വിദേശ രാജ്യങ്ങളിൽ നിന്ന് അവർ നേടിയ മികച്ച അനുഭവങ്ങളും നൈപുണ്യവും ഈ മേഖലയിൽ ഉപയോഗപ്പെടുത്താൻ കഴിയണം. നോർക്ക റൂട്ട്സും ലോക കേരള സഭയും സംയുക്തമായി സംഘടിപ്പിച്ച അന്താരാഷ്ട്ര പ്രവാസി ദിനാചരണം കോഴിക്കോട് ഹോട്ടൽ മലബാർ പാലസിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മറ്റ് പ്രവാസി സമൂഹങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി സ്വന്തം നാടിനെയും പാരമ്പര്യത്തെയും മറക്കാത്ത പ്രവാസികൾ കേരളത്തിന്റെ അഭിമാനമാണെന്നും മന്ത്രി പറഞ്ഞു. ലോകമെമ്പാടുമുള്ള പ്രവാസി സമൂഹത്തിന്റെ സമർപ്പണത്തിനും ത്യാഗത്തിനും ആദരവ് നൽകുന്ന ദിനമാണെന്ന് ചടങ്ങിൽ ആശംസ അറിയിച്ച് അഹമ്മദ് ദേർഗോവിൽ MLA അഭിപ്രായപ്പെട്ടു. സാമ്പത്തിക സാംസ്കാരിക ബന്ധങ്ങൾക്ക് പുറമെ പരസ്പര സൗഹൃദം ശക്തിപ്പെടുത്തുന്നതിലും പ്രവാസികൾക്ക് പങ്കുണ്ട്. പ്രവാസികളോട് നീതി പുലർത്തേണ്ടത് സംസ്ഥാനത്തിന്റെ കടമയാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. പ്രവാസികളുടെ പ്രശ്നങ്ങൾ അർഹിക്കുന്ന ഗൗരവത്തോടെ കണ്ട് പരിഹരിക്കുന്നതിന് എന്നും മുൻകൈയെടുക്കുന്ന സംസ്ഥാനമാണ് കേരളമെന്ന് ആശംസ അറിയിച്ച് സംസാരിച്ച ടൈസൺ മാസ്റ്റർ MLAയും അഭിപ്രായപ്പെട്ടു. പ്രവാസ സൗഹൃദ സമൂഹമാണ് കേരളമെന്ന് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ച് സംസാരിച്ച നോർക്ക റൂട്ട്സ് പ്രസിഡന്റ് വൈസ് ചെയർമാൻ P. ശ്രീരാമകൃഷ്ണൻ പറഞ്ഞു. തിരിച്ചെത്തുന്ന പ്രവാസികൾക്കായി സാമ്പത്തിക പുനരേകീകരണ പദ്ധതികളും പെൻഷനും നടപ്പിലാക്കുന്ന രാജ്യത്തെ ഏക ഇടമാണ് കേരളമെന്നും അദ്ദേഹം പറഞ്ഞു. നോർക്ക വകുപ്പ് സെക്രട്ടറി ഡോക്ടർ K. വാസുകി, ലോക കേരള സഭ സെക്രട്ടറി ഡയറക്ടർ ആസിഫ് K. യൂസഫ് എന്നിവർ സംസാരിച്ചു. നോർക്ക പദ്ധതികളുടെ അവതരണം നോർക്ക റൂട്ട്സ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ അജിത് കോളശ്ശേരി നിർവഹിച്ചു. തുടർന്ന് വിവിധ നോർക്ക പദ്ധതികൾ ഗുണഭോക്താക്കൾ അനുഭവം പങ്കുവച്ചു. പ്രവാസവും നോർക്കയും ഭാവി ഭരണനിർവഹണം എന്ന വിഷയത്തിൽ നടന്ന ചർച്ചയിൽ നോർക്ക പ്രവാസി ക്ഷേമനിധി ബോർഡ് ഡയറക്ടർ ബാദുഷ കടലുണ്ടി, NRI കമ്മീഷൻ മെമ്പർ PM ജാബിർ, CIMS എക്സിക്യൂട്ടീവ് ഡയറക്ടർ റഫീഖ് റാവുത്തർ, മാധ്യമപ്രവർത്തകനും എഴുത്തുകാരനുമായ V. മുസഫർ അഹമ്മദ്, ഫ്ലൈം സർവകലാശാല അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ ദിവ്യ ബാലൻ എന്നിവർ സംസാരിച്ചു. നോർക്ക വകുപ്പ് സെക്രട്ടറി ഡോക്ടർ K. വാസുകി മോഡറേറ്ററായി. മാറുന്ന കുടിയേറ്റത്തിലും പുനരധിവാസത്തിലും പ്രവാസി സംഘടനകളുടെ പങ്ക് എന്ന വിഷയത്തിൽ നടന്ന ചർച്ചയിൽ ലോക കേരള സഭ സെക്രട്ടേറിയറ്റ് ഡയറക്ടർ ആസിഫ് K. യൂസഫ് മോഡറേറ്ററായി. കേരള പ്രവാസി സംഘം പ്രസിഡന്റ് ഗഫൂർ P. ലിലീസ്, പ്രവാസി കോൺഗ്രസ് പ്രസിഡന്റ് ദിനേശ് ചന്ദന, പ്രവാസി ഫെഡറേഷൻ പ്രസിഡന്റ് E. T. ടൈസൺ മാസ്റ്റർ MLA, ഇന്ത്യൻ അസോസിയേഷൻ ഷാർജ പ്രസിഡന്റ് നിസാർ തളങ്കര, പ്രവാസി ലീഗ് പ്രസിഡന്റ് ഹനീഫ മുനിയൂർ, കേരള പ്രദേശ് പ്രവാസി കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ബാബു കരിപ്പാല, മറ്റ് പ്രവാസി സംഘടനാ പ്രതിനിധികൾ തുടങ്ങിയവർ സംസാരിച്ചു.